തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഡിസിപിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നത്. സ്ഥലത്ത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തുന്നുണ്ട്. കുട്ടിയെ ഉപേക്ഷിക്കാൻ എത്തിയത് ചാക്ക ഭാഗത്തു നിന്നാണെന്ന് സംശയമുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കുട്ടിയെ പേവാർഡിലേക്ക് മാറ്റിയെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഷിജോ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ? നിഷാദ, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം ഏറെ നിർണായകമായിട്ടുള്ള ചില സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ തന്നെ ഈ ബ്രഹ്മോസിന് സമീപത്തു നിന്നുള്ള ഒരു സിസിടിവി ദൃശ്യം മാത്രം ശേഖരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയതെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കണ്ടെത്തിയതിനു ശേഷം ഈ പകൽ വെളിച്ചത്തിൽ പോലീസ് നടത്തുന്നത് ഏറെ വേഗമുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ ഡിസിപി നിതിൻ രാജ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഈ കുട്ടിയെ എവിടെ നിന്നാണോ കിട്ടിയത് ആ സ്ഥലത്ത് നേരിട്ടെത്തുകയും ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ സിസിടിവികളും അറപ്പുര വിളാകം റെസിഡൻഷ്യൽ ഏരിയയിലെ ഓഫീസിലെ സിസിടിവിയും പോലീസ് ഇതിനോടകം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അറപ്പുര വിളാകം റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് ഏതാണ്ട് ഈ പ്രതിയിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം പോലീസ് ആ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഏതാണ്ട് ഡിസിപി ഒരു 9 മണിയോടുകൂടിയാണ് 8:30 ഈ അർപ്പരവിളാകം റെസിഡൻഷ്യൽ അസോസിയേഷന്റെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായിട്ട് ആ കെട്ടിടത്തിലേക്ക് പോയത്. പിന്നീട് 1 മണിക്കൂറിന് ശേഷം അദ്ദേഹം പുറത്തു വരുമ്പോൾ അല്പസമയത്തിനകം വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. എന്തായാലും ഈ സിസിടിവികളിൽ നിന്ന് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അർപ്പരവിളാകം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഓഫീസ് കെട്ടിടത്തിലെ സിസിടിവി മാത്രമല്ല, ഈ സമീപ പ്രദേശങ്ങളിലെ ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സിസിടിവികളിലെ ദൃശ്യങ്ങളും പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഒരു സിസിടിവി ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു മതിൽക്കെട്ടിന്റെ സൈഡിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ സ്ത്രീയുടെ പക്കൽ കുട്ടിയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. പക്ഷേ ആ സ്ത്രീയുടെ കയ്യിൽ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ എന്തോ ഉള്ളതായിട്ട് നമുക്ക് ആ സിസിടിവിയിൽ നിന്ന് ഭാഗികമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഈ സ്ത്രീ അവിടുന്ന് മടങ്ങി വരുമ്പോൾ ആ ദൃശ്യങ്ങളിൽ സ്ത്രീ വെറുതെ ഫ്രീ ആയിട്ട് നടന്നു വരുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു മാറ്റം ആ സിസിടിവി ദൃശ്യങ്ങളിലുണ്ട്. അതിനേക്കാൾ കൂടുതലേറെ ചില ദൃശ്യങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പോലീസ് കൃത്യമായിട്ട് ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഫോറൻസിക് സംഘം അടക്കം ഇപ്പോൾ ഈ കുട്ടിയെ എവിടുന്നാണോ കിട്ടിയത് ആ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സംഘം എത്തി ഒരു ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നു. ഈ കുട്ടിയെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഈ കുട്ടി ഇവിടേക്ക് നടന്നു വന്നതായിരിക്കാം എന്ന് പോലുമുള്ള ചില സംശയങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിന് പോലും യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം 5-6 അടി താഴ്ചയുള്ള ഒരു കുഴിക്ക് സമീപമാണ് ബ്രഹ്മോസിന്റെ മതിലുള്ളത്. ബ്രഹ്മോസിന്റെ മതിലും അതിനോട് ചേർന്ന് റെയിൽവേ ട്രാക്കുമുണ്ട്. ഈ റെയിൽവേ ട്രാക്കിനും ബ്രഹ്മോസിന്റെ മതിലിനും ഇടയിലുള്ള ഓടയിലാണ് ഈ കുഞ്ഞ് കിടന്നിരുന്നത്. രാത്രി 7 മണി 7:30 മണ്ണന്തല സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ജനീഷ ഈ കുട്ടിയെ കണ്ടെത്തുമ്പോൾ കുട്ടി ഓടയ്ക്ക് സമീപമുള്ള മരത്തിന് സമീപം രീതിയിലായിരുന്നു ഈ കുട്ടിയെ കണ്ടെത്തിയത്. അപ്പോൾ ആ കുഴിയിലേക്ക് ഈ കുഞ്ഞ് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യമാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന സംശയം റെയിൽവേ ട്രാക്കിലൂടെ ഒരുപക്ഷെ ഈ കുഞ്ഞിനെയും കൊണ്ട് നടന്നു വന്നതായിരിക്കാം എന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ ബ്രഹ്മോസിന്റെ മതിലിന് സമീപത്താണ് ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ അറപ്പുര വിളാകം റെസിഡൻഷ്യൽ അസോസിയേഷന്റെ കെട്ടിടം പ്രവർത്തിക്കുന്നത്. ആ കെട്ടിടത്തോട് ചേർന്ന് ഒരു കുളമുണ്ട്. ആ കെട്ടിടത്തിന് അപ്പുറത്താണ് ഈ വീടുകളിലേക്കൊക്കെ പോകുന്ന ചാക്ക ITI ഭാഗത്തേക്ക് പോകുന്ന റോഡുള്ളത്. അപ്പോൾ ആ റോഡിലൂടെ നടന്ന് പോലീസ് ഡോഗ് സ്ക്വാഡ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇന്നും ഈ സമാനമായ സ്ഥലത്തു നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. എന്തായാലും ഈ റെയിൽവേ ട്രാക്കിലൂടെ ഈ കുഞ്ഞിനെയും കൊണ്ട് ആൾ ഇവിടെ വന്ന് കുഞ്ഞിനെ ഇവിടെ വെച്ചതിന് ശേഷം മടങ്ങിപ്പോയിട്ടുണ്ടാകാം എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഈ റെയിൽവേ ട്രാക്കിലൂടെയാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിരവധി വീടുകൾ ഉള്ളതാണ്. ആ വീട്ടുകാരൊക്കെ കാണേണ്ടതാണ്. അങ്ങനെ ആരും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഉയർന്നു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ റെസിഡൻഷ്യൽ ചാക്ക ഭാഗത്ത് നിന്ന് ഈ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ ആരും കാണാതെ വന്ന് ഈ കുഞ്ഞിനെ ഈ പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചിട്ട് പോയതായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ളത്. ഡിസിപി നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ മറ്റ് പോലീസ്
സ്റ്റേഷനിലെയും മറ്റ് വലിയതുറ പോലീസ് സ്റ്റേഷനിലെയും പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയാണ്. ശാസ്ത്രീയമായ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് പ്രതിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കുഞ്ഞ് എങ്ങനെ എത്തി എന്നുള്ള കാര്യം പോലീസ് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധന അല്പസമയത്തിനകം പൂർത്തിയാക്കി ഡിസിപി മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 1 മണിക്കൂർ കൂടി നീണ്ടു നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫോറൻസിക് പരിശോധന ഏതാണ്ട് ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുന്നുണ്ട്. അല്പസമയത്തിനകം ഫോറൻസിക് പരിശോധന കൂടി പൂർത്തിയാക്കി കൃത്യമായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഫൈൻഡിങ്സ് ഒരുപക്ഷെ പോലീസ് മാധ്യമങ്ങളുമായി പങ്കുവച്ചേക്കും. എന്തായാലും ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ ഒരു പരിധിവരെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. അതായത് പോലീസ് ഈ പ്രതിയിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാം. കാരണം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്ന ഒരു സംശയം എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ആളുകളായിരിക്കില്ല, ഇവരുടെ കൂടെ തന്നെയുള്ള, അതായത് ഈ നാടോടി സംഘത്തിൽ തന്നെ പെട്ട ആരെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി പിന്നീട് ഇവിടെ കൊണ്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സംശയം കൂടി കൃത്യമായിട്ട് പോലീസിന് ദൂരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ശാസ്ത്രീയമായ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് ഒരുപക്ഷെ വളരെ വേഗം പ്രതിയിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഫോറൻസിക് പരിശോധന ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നടത്തുന്നത്. നിഷാദ്.